ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും ഇവിടെ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ്. അപ്പോൾ ഇന്നും ആദ്യകൂട്ടന് സ്കൂളിൽ പോകണം, പിന്നെ ഹസ്ബൻഡിനും ഓഫീസിൽ പോകണം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആദ്യക്കുട്ടനുള്ള ലഞ്ച് മാത്രം മതിയായിരുന്നു. ഇപ്പം 2 പേർക്കും ഉള്ളത് വേണം. ഹസ്ബൻഡും ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ കുറച്ച് അതിപ്പോൾ കറണ്ട് പോയതാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി പെട്ടെന്ന് തന്നെ ഇവിടെ വരികയും ചെയ്യും, ഈ ജനറേറ്റർ ഉള്ളതുകൊണ്ട്. പക്ഷെ എന്നാന്ന് അറിയത്തില്ല, ഇപ്പോൾ എപ്പോഴും കറണ്ട് കട്ടുണ്ട് കേട്ടോ. മഴക്കാലമൊക്കെ തുടങ്ങിയോണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ദോശമാവൊന്ന് നോക്കിയതാണ് കേട്ടോ. തലേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് ഇന്ന് എൻ്റെ ഭാഗ്യത്തിന്. പിന്നെ ഞാൻ ഒരു ശകല അരി മാത്രം ആദ്യകൂട്ടൻ ഇന്നും വെജിറ്റബിൾ റൈസ് മതിയെന്ന് പറഞ്ഞ് അവർ കുറച്ചരി അവന് മാത്രം എടുത്തിട്ടൊന്ന് വേവാനിട്ടു. പിന്നെ ഞാൻ തലേ ദിവസം തന്നെ ഗ്രീൻ പീസ്, ദോശയ്ക്ക് ഗ്രീൻ പീസ് കറിയായിട്ടെന്ന് ഓർത്ത് അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് ഗ്രീൻ പീസ് കുതിർന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഗ്രീൻ പീസ് കറി വെക്കാൻ അറിയില്ല. ഞാൻ ഒന്നുകൂടെ യൂട്യൂബിൽ നോക്കി വെക്കാമെന്നൊക്കെ ഓർത്തിട്ട് ഇതുവരെ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് വേവട്ടെ എന്നോർത്ത് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് കീറിയിട്ട് നേരെ ഏതായാലും കുക്കറിലോട്ട് വെച്ചേ. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഇതൊന്നും യൂട്യൂബിൽ നോക്കിയിട്ട് വെക്കാം. എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. ഇതുവരെ ഞാൻ ഗ്രീൻ പീസ് കറി ഒരിക്കലെന്നോ പണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് ഓർക്കുന്നില്ല. വീട്ടിൽ അമ്മയോടല്ലേ ചോദിക്കണമെന്ന് ഓർത്ത് അതും നടന്നില്ല. എന്തായാലും അത് വേവട്ടെന്ന് ഓർത്ത് അടുപ്പേ വെച്ചു. പക്ഷെ എനിക്ക് യൂട്യൂബിലൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്തായാലും അതവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ അടുത്തത് നേരെ ഇതേണ്ട നമ്മുടെ വെജിറ്റബിൾ സാലഡ് രാവിലെ ഹസ്ബൻഡിന് അത് മതി. അപ്പം അതും തലേ ദിവസം എപ്പോഴത്തേം പോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും നേരെ ഇതേണ്ട അടുപ്പിലോട്ടിട്ടു. ഇപ്പം നമ്മൾ ഈ തലേ ദിവസം തന്നെയാണല്ലോ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് ഓർത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ കേൾക്കുമ്പോൾ നമുക്ക് മടിയില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കും കേട്ടോ. നമ്മൾ എത്ര നേരത്തെ എഴുന്നേറ്റെന്ന് പറഞ്ഞാലും എനിക്കറിയാം, നമ്മൾ രാവിലെ തൊട്ട് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. ഓരോന്നും നമ്മൾ ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം കുറേ ടൈമും വേസ്റ്റ് ആകും. നമുക്ക് ആകെപ്പാടെ ഒരു ഉദ്ദേശം ഒരു മടി പിടിച്ചു പോകും. അതേസമയം നമ്മൾ ഓരോ ജോലി കൃത്യമായിട്ട് രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ എന്താ രാവിലെ ചെയ്യേണ്ടതെന്നുള്ള ഓരോന്നും ഒന്ന് ആലോചിച്ച് മനസ്സിലൊന്ന് ആലോചിച്ച്, ചിലരൊക്കെ ഇങ്ങനെ കാണുമല്ലോ, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എഴുതി ഓരോന്ന് ചെയ്യേണ്ടത് എന്താണ് കറക്റ്റായിട്ട് എഴുതി വെക്കുന്നത്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. എന്നാൽ പോലും ഞാൻ രാത്രി ഇങ്ങനെ ആർക്കും രാവിലെ വെക്കുക, ഫസ്റ്റ് ഇന്നത് ചെയ്യുക, പിന്നെ അടുത്ത ചെയ്യുക, അങ്ങനെ ഓർത്തിട്ട് കിടന്ന് നേരെയായിട്ട് അതേ രീതിക്ക് അങ്ങ് ഫോളോ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഒരു ലാഗ് വരാതെ കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റുമേ. അപ്പോൾ ഇതതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടിയിടും. ഞാൻ വെജിറ്റബിൾ സാലഡിനുള്ള എല്ലാം എടുത്ത് അരിഞ്ഞ് വേവാൻ വെച്ചു. പക്ഷേ എങ്കിൽ ഇച്ചിരി ബ്രൊക്കോളിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയായിരുന്നു. അതിങ്ങനെ കുറച്ച് നേരം അരിഞ്ഞിട്ടൊന്ന് ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കുക. അതിനകത്ത് എന്തൊക്കെ വിഷം അടിച്ച് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതിനിങ്ങനെ ഇല പോലെ ആയതുകൊണ്ട്, പൂ പോലെ ആയതുകൊണ്ട് ഒത്തിരി ഇത് അടിക്കുമെന്നാണല്ലോ പറയുന്നത്, പെട്ടെന്ന് പുഴു കയറുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടു. അപ്പോഴത്തേനും മറ്റേത് വെന്തായിരുന്നു. പിന്നെ അതവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് ചപ്പാത്തി, ഇന്നിപ്പം ഹസ്ബൻഡിന് ചപ്പാത്തി മതി. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശയുണ്ട്, പക്ഷേ ദോശ ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഗ്രീൻ പീസ് കറി ആകുമ്പം ദോശയ്ക്ക് വാകും, ചപ്പാത്തിക്ക് വാകും, ഏതിന് വേണേലും വാകാം. അപ്പം ഈ ചപ്പാത്തിയുടെ മാവി പറഞ്ഞ പോലെ ഇന്നലെ കുഴച്ചതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ ഇരുന്നായിരുന്നേ. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഹസ്ബൻഡ് ഓഫീസിൽ പോയില്ലായിരുന്നു. അപ്പം ബാക്കി മാവ് ഇരുന്ന കേട്ടോ. ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ചപ്പാത്തിക്കൊന്ന് സ്പീഡിലൊന്ന് കുറച്ച് ഹസ്ബൻഡിന് വേണ്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം ഉണ്ടായിരുന്നു എക്സ്ട്രാ, എനിക്ക് ഉണ്ടായിരുന്നു. ആദ്യം പിന്നെ ചപ്പാത്തി ഇഷ്ടമല്ല. അപ്പോൾ അതങ്ങ് പരത്തി വെച്ചിട്ട് എൻ്റെ ഗ്രീൻ പീസ് ഞാൻ വെന്തോന്ന് നോക്കിയപ്പോൾ എനിക്കിത് വെന്ത പോലെ തോന്നി കേട്ടോ. പക്ഷേ ഇത് ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ലെന്നേ. ഇത് കറി വെച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും കടിച്ചിരുന്നു. കുറച്ചുകൂടെ വിസിൽ അടുപ്പിക്കേണ്ടതായിരുന്നു. എനിക്കിതിൻ്റെ കണക്കൊന്നും അറിയാഞ്ഞുകൊണ്ട് കടല പോലെ അങ്ങ് വെന്തെടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങനെ കഴിക്കാനെടുത്തപ്പോഴോർത്ത് നമ്മളെ ഒരു കല്യാണത്തിനൊക്കെ രാവിലെ വീട്ടിൽ നമുക്ക് ഫുഡിന് മിക്കപ്പോഴും ഇതായിരിക്കുമല്ലോ, രാവിലെ അപ്പവും ഗ്രീൻ പീസ് കറിക്ക്. എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പവും കറിയും ഗ്രീൻ പീസും. ആ കറിയുടെ ഒരു മോഡലാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ വെച്ച രീതി ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഗ്രീൻ പീസ് ആണെങ്കിൽ ഒട്ടും വന്നിട്ടില്ല, കല്ല് പോലെ കിടക്കുമായിരുന്നേ. പിന്നെ എന്നാ ചെയ്യാനാ. അപ്പോൾ പിന്നെ അതങ്ങനെ തന്നെ ആട്ടെന്ന് കരുതി. പിന്നെ അതിനെ വേവിക്കാമെന്നൊക്കെ ഞാൻ ഓർത്തതാ ഒന്നുകൂടെ. പിന്നെ സമയം ഉണ്ടായിരുന്നില്ല, ഇനി നിന്നാൽ ഇവർക്ക് സമയം പോയാലോ എന്ന് ഓർത്തത്. സമയം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ.
പിന്നെ ഇനി ഇൻ കേസ് സമയം പോയാലോ എന്നോർത്തിട്ട് ഇതാണെങ്കിൽ അത്യാവശ്യം ഒന്ന് വെന്ത് കഴിക്കാനും പറ്റും. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ സദ്യയുടെ പോലത്തെ അങ്ങ് വെന്ത് അലിഞ്ഞിട്ടില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്നാണെങ്കിലും അതങ്ങനെ തന്നെ ആട്ടെന്നോർത്ത് അതങ്ങ് വിട്ടെ. പിന്നെ ദോശമാവിനകത്ത് കയ്യോടെ ഉപ്പെല്ലാം ഇട്ട് അങ്ങ് മാവ് മിക്സ് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ ദോശയും ചുടണം. അതിൻ്റെ ഇടയ്ക്ക് വേണ്ട ആദ്യകൂട്ടൻ്റെ സാലഡ് ബാക്കിയേ. ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാട്ടെ എങ്ങനെയാണെന്ന് കാണിക്കാൻ. ഇതും ഞാൻ എല്ലാം തലേദിവസം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിയും വേണ്ട അപ്പുറത്തെ അടുപ്പയിലായിട്ടുണ്ട്. ഇത് ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ തേങ്ങ പാലൊഴിക്കണോ അതോ തേങ്ങ അരച്ചിടണോ, എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. ഒരു ശകലം തേങ്ങാപ്പാലിൻ്റെ പൊടി ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. പക്ഷേ എങ്കിൽ അത് ഞാൻ ചേർത്തില്ല. കുറച്ച് തേങ്ങ ജാറിലൊന്ന് അരച്ചെടുത്തപ്പോഴത്തേന് അത് അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശരിക്കും. പിന്നെയും തേങ്ങ ചിരണ്ടി എടുക്കാനും ഒക്കെ ഉള്ള മടി കൊണ്ട് അരയാത്ത സാധനം കുറച്ച് അരഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അത് അതിനകത്തോട്ട് അങ്ങ് ചേർത്തു. കറി വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒത്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയല്ല കറി വെക്കുന്നത്. പിന്നെ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി കറി ഒന്നുകൂടെ പഠിച്ചിട്ട് ഇനി ഒരു ദിവസം നന്നായിട്ട് ഗ്രീൻ പീസ് കറിയും അപ്പം വെക്കണമെന്ന് ഞാനിപ്പോൾ ഓർത്തു. എനിക്ക് വലിയ ഇഷ്ടം അതുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താണേലും അതെല്ലാമായി. പിന്നെ വേണ്ട അടുത്ത സാധനം നമ്മുടെ വെജിറ്റബിൾ സാലഡും വെജിറ്റബിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും നേരെ വേണ്ട അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതുമായിട്ടുണ്ട്. അങ്ങനെ 2 പേർക്കും കയ്യോടെ അങ്ങ് വിളമ്പി വെച്ച് കേട്ടോ. അപ്പോൾ ആ പണി ഞാൻ കഴിയും. അപ്പം സാലഡും വിളമ്പി. പിന്നെ ആദ്യക്കുട്ടന് ദോശയും ഗ്രീൻ പീസ് കറിയും അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. തലേദിവസം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഗ്രീൻ പീസ് കറിയോ കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി. ഇവനും ഈ പറഞ്ഞ പോലെ ഗ്രീൻ പീസ് കറി പുതുപ്പള്ളിയിൽ വീട്ടിൽ നിന്ന് കൂട്ടിയിട്ടുള്ളത്, അപ്പം അവന് ഇഷ്ടമായിരുന്നു. അങ്ങനെ 2 പേർക്കും ഉള്ളത് വിളമ്പി തണുക്കാൻ ഹാളിൽ കൊണ്ട് വെച്ചു. പിന്നെ ഇതിപ്പോൾ ആദ്യക്കുട്ടൻ്റെ റൈസാണ്, അത് ഞാനൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അടപ്പ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് എനിക്ക് പേടിയാണ്, ചൂട് വെച്ചാൽ കുഴപ്പമുണ്ടോയെന്ന് ഓർത്ത് ഞാൻ നന്നായിട്ട് തണുപ്പിച്ചിട്ടേ അവൻ്റെ പാത്രത്തിൽ ഇട്ട് വെക്കത്തുള്ളേ. അപ്പോൾ ഈ പാത്രം അടയ്ക്കാൻ നോക്കും നല്ല പാട്, എന്നെ കൊണ്ട് പോലും ഇത് ഇച്ചിരി പാടാണ് അടയ്ക്കാൻ വേണ്ടി. അപ്പം പിന്നെ കൊച്ചിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ടീച്ചേഴ്സ് അടച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. തുറക്കാൻ ഈസിയാണ്, അടയ്ക്കാനാണ് പാട്. എനിക്ക് ഈ സൈസ് ക്ലിപ്പുള്ള പാത്രം എല്ലാം അടയ്ക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ 2 പേർക്കുമുള്ള പൊതിയെല്ലാം കെട്ടി ഇനി നേരെ ഇത് ടേബിളിലോട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും എന്തേ ആദ്യക്കുട്ടി എഴുന്നേറ്റായിരുന്നു. ആദ്യക്കുട്ടി ബ്രഷൊക്കെ ചെയ്ത് മിടുക്കനായിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ നേരെ ഞാൻ പറയുക നേറ്റ് വന്നപ്പോഴേ ഫുഡും ചായയും എല്ലാം ആയിട്ടുണ്ട്, റെഡി ആയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുത്തിയതാണ്. പക്ഷെ തന്നെ കഴിക്കാനായിട്ട് വലിയ മടിയായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തന്നെ അങ്ങ് ചായ കൊടുത്തു. പിന്നെ എന്താണെന്ന് വെച്ചാൽ 2 പേരും കൂടെ എന്നെ കളിയാക്കാനുള്ള, ഇവിടെ മോസ്റ്റ്ലി നടക്കുന്ന കാര്യം കേട്ടോ, എന്നെ വലിയ ഇഷ്ടമാണ് കളിയാക്കിക്കൊണ്ടിരിക്കാൻ 2 പേർക്ക്. അപ്പോൾ ആദ്യം ചെന്ന് പറയും അച്ഛേ ബാ നമുക്ക് അമ്മയെ കളിയാക്കാം, അമ്മയെ വഴക്കുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും കേട്ടോ. നമുക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ല, അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, രസമാണല്ലോ. അങ്ങനെ എന്താ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ രാവിലെ ഏറ്റിട്ട് ഇത്രയും നേരം 6 മണിക്ക് ഏറ്റതാട്ടോ. അതുകൊണ്ട് ഇഷ്ടം പോലെ സമയം കിട്ടും കേട്ടോ. നമ്മൾ വെളുപ്പൊന്നും അല്ല 6 മണി, പക്ഷേ എന്നെ സംബന്ധിച്ച് 6 മണി അത്യാവശ്യം നല്ല വെളുപ്പ് സമയം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം ഇഷ്ടം പോലെ കിട്ടും. ഇവനാണേലും കേട്ടോ പതുക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ അവന് ഞാൻ വാരിക്കൊടുത്തു, എനിക്ക് ഇഷ്ടം കേട്ടോ വാരിക്കൊടുക്കാൻ. അവന് ഇഷ്ടമാണ്, അവനും അതാണ് ഇഷ്ടം. പിന്നെ ഇച്ചിരി കഴിയുമ്പോഴത്തേനും പിള്ളേർ വാരിക്കൊടുക്കാനൊന്നും സമ്മതിക്കണ്ടാവില്ല, അവർ തന്നെ കഴിക്കും, പ്രത്യേകിച്ച് ആൺപിള്ളേർ. അപ്പോൾ ഇപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രായത്തിൽ നമ്മൾ മടിയിലൊക്കെ ഇരുത്തി കൊടുക്കുമ്പം അതും വേറൊരു ഫീല്, നമുക്ക് ഓർത്തിരിക്കാം, ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. എനിക്ക് അങ്ങനെയൊക്കെ കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടം ഇങ്ങനെയൊക്കെ. അങ്ങനെ അവനതൊക്കെ കൊടുത്തു. പിന്നെ എന്താണ് ഞങ്ങൾ ഞാനെല്ലാം ഒന്ന് പൊതിഞ്ഞ് വെക്കുവാണ് എല്ലാം. ഇതല്ലേ പൊന്നിന്റെ, ഇത് വേറെ ആരാണ്ടോ നമ്മുടേത് ഈ ഗ്രീനാ സെയിമാ, പക്ഷെ ഇത് നമ്മുടേത് ഇതാ കേട്ടോ. കണ്ടോ സെയിം സാധനം. ഇത് ആരുടെയാണെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് കൊടുക്കണം, അല്ലെ മേമിന്റെ കൊടുക്കണം. അറിയാതെ എന്റെ കയ്യിൽ പെട്ട് പോയതെന്ന് പറയണം കേട്ടോ. ട്രേസർ, ഷാർപ്പനർ, പെൻസിൽ, ഇത് ആരുടെയോ അതമ്മ അവിടെ ആരുടെയോ ഈ പെൻസിലിന്റെ കൂടെ വെച്ചെടുത്ത് ആരുടെയോ അത് കൊടുക്കണേ. ആ പൊന്നിന്റെ. അപ്പോൾ ആദ്യക്കുട്ടൻ്റെ ബാഗിലുണ്ടല്ലോ അവരുടെ സെയിം കളറിലെ പെൻസിൽ വെട്ടുന്ന കട്ടർ, സെയിം സാധനം ഒരെണ്ണം കൂടെ വേറെ ആരുടെയോ പിള്ളേരുടെ എങ്ങനെയോ മാറി വന്നതാണ്. എല്ലാ പ്രാവശ്യം ഉള്ള ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇവൻ്റെ സാധനം മിസ്സാവലായിരുന്നു. ഈ പ്രാവശ്യം ഒരെണ്ണം എക്സ്ട്രാ കയ്യിലിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതാ കയ്യോടെ കൊണ്ടുപോയി കൊടുത്തേക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇതെൻ്റെ റെഡിയായി ഇതേ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങി. അങ്ങനെ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്നേ. അവർ 2 പേരും സ്കൂളിലും ഓഫീസിലും ഒക്കെ പോയി.
ഇനിയിപ്പം വൈകുന്നേരം വരെ, അതുകൊണ്ട് 3 മണി വരെ ഉണ്ട് ക്ലാസ്. അപ്പം അത്ര നേരം ഇനി ഞാനിവിടെ തന്നെ. ഇന്നലെ കുഴപ്പമുണ്ടാവില്ല, ഹസ്ബൻഡും കൂടെ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്താ കുഴപ്പമില്ലായിരുന്നു. ഇനി ഫസ്റ്റ് ഡേ ഞാനിങ്ങനെ തന്നെ ഇത്ര നേരം ഇവിടെ ഇരിക്കാൻ പോകുന്ന കേട്ടോ. ഇപ്പം പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.